കഴിഞ്ഞ ഫെബ്രുവരി 14 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE-യിലെത്തി ഉദ്ഘാടനം ചെയ്ത ഹിന്ദു ക്ഷേത്ര സമുച്ചയമാണ് ബാബ്സ് അഥവാ BAPS ഹിന്ദു മന്ദിർ. ഭോജസൻവാസി ശ്രീ അക്ഷർ പുരുഷോത്തമൻ സ്വാമിനാരായൺ സൻസ്ഥ എന്നതാണ് BAPSന്റെ പൂർണ്ണരൂപം. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഭഗവാൻ സ്വാമിനാരായണൻ തുടക്കമിട്ടതും 1907-ൽ ശാസ്ത്രിജി മഹാരാജ് സ്ഥാപിച്ചതുമായ വേദങ്ങളിൽ വേരൂന്നിയ ഒരു സാമൂഹിക ആത്മീയ ഹിന്ദു വിശ്വാസമാണിതെന്ന് BAPSന്റെ വെബ്സൈറ്റ് തന്നെ പറയുന്നു. BAPS ഇന്നത്തെ ലോകത്തെ ആത്മീയ ധാർമ്മിക സാമൂഹ്യ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നു. 3850 കേന്ദ്രങ്ങളുള്ള ആഗോള ശൃംഖലയായ BAPSന് ആഗോള പ്രശസ്തിയുണ്ടെന്നും ഇത് നിരവധി ദേശീയ അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. ആ BAPSന് കീഴിലാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ശിലാക്ഷേത്രമായ ബാബ്സ് ഹിന്ദു മന്ദിർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2015-ൽ അബുദാബിയിലാണ് ക്ഷേത്ര നിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകിയത്. ഓരോ എമിറേറ്റുകളെയും പ്രതിനിധീകരിക്കുന്ന 7 കൂറ്റൻ ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിന്റെ മുഖ്യ ആകർഷണം. ദുബായ് അബുദാബി ഹൈവേയിൽ അബു മുറൈഖയിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ നൽകിയ 27 ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 2018-ലാണ് ക്ഷേത്ര നിർമ്മാണത്തിന് ശിലയിട്ടത്. 2019 ഡിസംബറിലാണ് ബാബ്സ് ഹിന്ദു മന്ദിറിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 32 മീറ്ററാണ് ക്ഷേത്രത്തിന്റെ ഉയരം വരുന്നത്. ശിലാരൂപങ്ങൾ കൊണ്ട് നിർമ്മിച്ച 96 തൂണുകളാണ് ക്ഷേത്രത്തിനകത്തുള്ളത്. ഇന്ത്യയിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമുള്ള പിങ്ക് മണൽക്കല്ലും വെള്ള മാർബിളുമാണ് നിർമ്മാണത്തിന് പ്രധാനമായും ഉപയോഗിച്ചിട്ടുള്ളത്. സ്വാമിനാരായണൻ സൻസ്ഥയുടെ ആത്മീയ നേതാവായ പ്രമുഖ് സ്വാമി മഹാരാജ് 1997-ലെ UAE സന്ദർശന വേളയിലാണ് അബുദാബിയിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചത്. രാജ്യങ്ങൾ, സംസ്കാരങ്ങൾ, മതങ്ങൾ എന്നിവയ്ക്കിടയിൽ ഐക്യം വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഈ സന്ദർശനം. ക്ഷേത്രത്തിന് മൊത്തത്തിൽ 108 അടി ഉയരവും 262 അടി നീളവും 180 അടി വീതിയുമുണ്ട്. സ്വാമിനാരായൺ, അക്ഷരപുരുഷോത്തം, രാധാകൃഷ്ണൻ, രാമനും സീതയും, ലക്ഷ്മണൻ, ഹനുമാൻ, ശിവപാർവതി, ഗണേശൻ, കാർത്തികേയൻ, പത്മാവതി വെങ്കടേശ്വരൻ, ജഗന്നാഥൻ, അയ്യപ്പൻ എന്നീ ദേവതകളുടെ പ്രതിഷ്ഠകളാണ് ക്ഷേത്രത്തിൽ പ്രധാനമായുമുള്ളത്. ഒരേ സമയം 8000 മുതൽ 10000 പേരെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ക്ഷേത്രം. 2 താഴികക്കുടങ്ങൾ, 7 ശിഖരങ്ങൾ, 12 സാമ്രാനുകൾ, 402 തൂണുകൾ എന്നിവ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ്. RSP ആർക്കിടെക്ചേഴ്സ് ആൻഡ് പ്ലാനേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡും ക്യാപിറ്റൽ എഞ്ചിനീയറിംഗ് കൺസൾട്ടന്റും ചേർന്നാണ് ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാമായണം, മഹാഭാരതം, ഭാഗവതം, ശിവപുരാണം എന്നിവയിൽ നിന്നുള്ള കഥകൾ വിവരിക്കുന്ന 7 ആരാധനാലയങ്ങളും ക്ഷേത്രത്തിന്റെ അകത്തായിട്ടുണ്ട്. ഭൂമി, ജലം, വായു, ബഹിരാകാശം എന്നീ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഡോം ഓഫ് ഹാർമണിയാണ് ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. ക്ഷേത്ര സമുച്ചയത്തിനുള്ളിലെ പ്രതീകാത്മക വെള്ളച്ചാട്ടം ഗംഗ, യമുന, സരസ്വതി എന്നീ 3 പുണ്യനദികളുടെ ഉത്ഭവത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ എല്ലാ മതസ്ഥർക്കും പ്രവേശനമുണ്ടായിരിക്കും. സന്ദർശക കേന്ദ്രം, പ്രാർത്ഥനാ ഹാളുകൾ, എക്സിബിഷനുകൾ, പഠന കേന്ദ്രങ്ങൾ, കുട്ടികൾക്കായുള്ള സ്പോർട്സ് ഏരിയ, തീമാറ്റിക് ഗാർഡനുകൾ, വാട്ടർ ഫീച്ചറുകൾ, ഫുഡ് കോർട്ട്, പുസ്തകങ്ങൾ, സമ്മാനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന സാമൂഹിക സാംസ്കാരിക സമ്മേളനങ്ങൾക്കുള്ള പൂർണ്ണമായ പ്രവർത്തന സ്ഥലമായാണ് ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാൽ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ക്ഷേത്രം ദർശനത്തിനായി തുറന്നുകൊടുക്കുന്നത് 2024 മാർച്ച് 1 മുതലാണ്. ക്ഷേത്ര നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന പിങ്ക് മണൽക്കല്ലുകൾ ഏകദേശം 1000 വർഷത്തിലേറെക്കാലം ഈടുനിൽക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഭൂകമ്പങ്ങളിൽ നിന്ന് പോലും സംരക്ഷണം ലഭിക്കുന്ന തരത്തിലാണ് ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന. പുരാതന ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ മാതൃകകൾ ഉൾക്കൊണ്ടുള്ള ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ഹൈന്ദവ പുരാണങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും കഥകൾ കൊത്തിയ കല്ലുകളാണ് പൂർണ്ണമായും ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ഇസ്ലാമിക വിശ്വാസി വിട്ടു നൽകിയ ഭൂമിയിൽ ക്രിസ്ത്യൻ വിശ്വാസിയായ ആർക്കിടെക്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു ഹിന്ദു ശിലാക്ഷേത്രം നിർമ്മിക്കുക, അത് ലോകത്തിന് സമർപ്പിക്കപ്പെടുക, ഇതിനേക്കാൾ ഉദാത്തമായിട്ടുള്ള ഒരു മതേതര മാതൃകയോ മതസൗഹാർദ്ദ മാതൃകയോ പറയാനില്ല. അതും ഇസ്ലാമിക റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ. കേരളവുമായും ചില ബന്ധങ്ങളുണ്ട് ബാബ്സ് ഹിന്ദു മന്ദിറിന്. ഹിന്ദു മന്ദിറിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അയ്യപ്പ വിഗ്രഹം തയ്യാറാക്കിയത് കേരളത്തിലെ പരുമലയിലാണ്. പരുമല സ്വദേശികളായ അനന്തൻ ആചാര്യയുടെയും മകൻ അനു അനന്തന്റെയും നേതൃത്വത്തിലുള്ള ആർട്ടിസാൻസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ 10ഓളം സഹപ്രവർത്തകരുടെ 6 മാസത്തെ പ്രയത്നമാണ് അയ്യപ്പ വിഗ്രഹം. ലോകത്തിലെ ഏറ്റവും വലിയ അയ്യപ്പന്റെ പഞ്ചലോഹത്തിലുള്ള വിഗ്രഹമാണ് പരുമല ആർട്ടിസാൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി നിർമ്മിച്ചത്. 4 അടിയാണ് ഇതിന്റെ ഉയരം വരുന്നത്. അയ്യപ്പ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് സ്ഥാപിച്ചിട്ടുള്ള അലങ്കാര പ്രഭാ വിളക്കുകളും അതുപോലെ തന്നെ 18-ാം പടിയുടെ രൂപവും ഇവർ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്.
എന്തായാലും അബുദാബിയിൽ നിർമ്മിക്കപ്പെട്ട് ലോകത്തിന് സമർപ്പിക്കപ്പെട്ട ഈ ഹിന്ദു ശിലാക്ഷേത്രം മതസൗഹാർദ്ദത്തിന്റെയും ഇന്ത്യ UAE ബന്ധത്തിന്റെയും ഊഷ്മള ഉദാഹരണമായി തലയുയർത്തി തന്നെ നിൽക്കും.